നിങ്ങൾ മണിക്കൂറുകളെടുത്ത് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, അതിനുശേഷം നല്ലൊരു തംബ്നെയിൽ ഉണ്ടാക്കുന്നു, അതിനുശേഷം SEO നോക്കി ടൈറ്റിൽ എഴുതുന്നു. എന്നിട്ടും നിങ്ങളുടെ വീഡിയോ സെർച്ചിലോ സജസ്റ്റഡ് വീഡിയോസിലോ വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? മിക്ക ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്, ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ആരാണ് വായിക്കുന്നത് എന്ന് പലരും കരുതും. പക്ഷേ സത്യം അതല്ല. യഥാർത്ഥത്തിൽ ശരിയായ SEO രീതിയിൽ തയ്യാറാക്കിയ ഒരു ഡിസ്ക്രിപ്ഷൻ യൂട്യൂബിന് നിങ്ങളുടെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോ സെർച്ച് റിസൾട്ടിലും സജസ്റ്റഡ് വീഡിയോസിലും ബ്രൗസ് ഫീച്ചേഴ്സിലും എത്താനുള്ള സാധ്യത വർദ്ധിക്കും. മാത്രമല്ല, ഒരാൾ യൂട്യൂബിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു പ്രധാന കീവേഡ് സെർച്ച് ചെയ്താൽ അപ്പോൾ അതിലൂടെ പോലും നിങ്ങളുടെ വീഡിയോ കണ്ടെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ശരിയായ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യം ഡിസ്ക്രിപ്ഷന്റെ ഏറ്റവും മുകളിലായി നിങ്ങളുടെ വീഡിയോയുടെ ടൈറ്റിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. കാരണം യൂട്യൂബ് ആദ്യം നോക്കുന്നത് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്നാണ്. അങ്ങനെ ഇവ രണ്ടും മാച്ച് ആയാൽ നിങ്ങളുടെ വീഡിയോയുടെ വിഷയം യൂട്യൂബിന് കൂടുതൽ വ്യക്തമായി മനസ്സിലാവും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, അടുത്തതായി അതിന് താഴെ നിങ്ങളുടെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് 2-3 വരികളിൽ എഴുതുക. ഇവിടെ അനാവശ്യമായ കീവേഡ്സ് ഒന്നും നമ്മൾ എഴുതേണ്ട കാര്യമില്ല, പകരം സാധാരണ ഭാഷയിൽ എഴുതിയാൽ മതി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് അല്ലെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നിവ ചേർക്കാം. ഇത് SEOയെ അധികം ബാധിക്കില്ല, എന്നാൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ കൂടുതൽ പ്രൊഫഷണൽ ആയിട്ട് തോന്നും. ഇനി നാലാമത്തെ സ്റ്റെപ്പ്, ഇനി പലരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റിലേക്ക് വരാം. വീഡിയോയുമായി നേരിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് ചേർക്കണം. സാധാരണ 5 മുതൽ 7 വരെ കീവേഡ്സ് മതി. പക്ഷെ ഒരു കാര്യം ഓർക്കണം, വീഡിയോയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കീവേഡ്സ് ഒരിക്കലും ചേർക്കരുത്. കാരണം അത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല കീവേഡ്സ് എവിടെ നിന്ന് കിട്ടും? അതും വളരെ എളുപ്പമാണ്. ആദ്യം യൂട്യൂബിൽ നിങ്ങൾ ഇൻകോഗ്നിറ്റോ മോഡിൽ തുറക്കുക. ശേഷം നിങ്ങളുടെ വീഡിയോയുടെ ടോപ്പിക്ക് സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് സജഷനിൽ യൂട്യൂബ് തന്നെ കാണിക്കുന്ന കീവേഡ്സിൽ നിന്നും നിങ്ങളുടെ വീഡിയോയ്ക്ക് ഏറ്റവും അനുയോജ്യമായവ തിരഞ്ഞെടുക്കണം. ഇനി അവസാനത്തെ സ്റ്റെപ്പ് നോക്കാം. ഇനി അവസാനമായി ഡിസ്ക്രിപ്ഷന്റെ അവസാനം 3 മുതൽ 5 വരെ ഹാഷ്ടാഗ് ചേർക്കാം. എന്നാൽ പുറത്ത് നിന്ന് എന്തെങ്കിലും ഹാഷ്ടാഗ് ചേർക്കരുത്. പകരം നിങ്ങളുടെ ടൈറ്റിലുള്ള പ്രധാന കീവേഡ്സ് ചെറിയ ഭാഗങ്ങളാക്കി ഹാഷ്ടാഗ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് നമ്മുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കീവേഡ്സും ഹാഷ്ടാഗും ഈ 4ഉം ഒരേ വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇവ തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ യൂട്യൂബിന് നിങ്ങളുടെ വീഡിയോ കൃത്യമായി മനസ്സിലാക്കാൻ എളുപ്പമാകും. അതിന്റെ ഫലമായി സെർച്ച് റിസൾട്ടിലും സജസ്റ്റഡ് വീഡിയോസിലും ബ്രൗസ് ഫീച്ചറിലും നിങ്ങളുടെ വീഡിയോ എത്താനുള്ള സാധ്യതയും വർദ്ധിക്കും.